അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആയിഷുമ്മയും ഷമ്മാസും നുസൈബയും അതാ മോൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പാവം എൻ്റെ നവാസിൻ്റെ കുട്ടി. റബ്ബേ, അതിൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ പഠിച്ചവനെ കണ്ണെടുക്കാൻ തോന്നൂല. എന്തെന്നറിയില്ല, വല്ലാത്തൊരു പൊന്നു മോനെ. ആയിഷുമ്മ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് ഇടയ്ക്കിടെ ആ കുഞ്ഞ് കരയുന്നു. എന്നാൽ അപ്പോഴേക്കും നുസൈബ ഓടിയെത്തും. ഉമ്മാ. അവൾ പാല് കൊടുക്കാനും എല്ലാത്തിനും നല്ല ഉഷാർ തന്നെ. ഒരു നിമിഷം ഐഷുമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, പെറ്റ തള്ളല്ലെങ്കിലും ഇങ്ങനൊരു മന കിട്ടിയതും വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. പഠിച്ചോനെ, പാവൻ്റെ നുസി രണ്ടാക്കും മാറി മാറി പാല് കൊടുക്കുന്നുണ്ട്. അങ്ങേതാ അവർ വെയിറ്റ് ചെയ്യുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട്. ഷമ്മാസിനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ, കുട്ടിക്കൊന്നും സംഭവിക്കരുതേ പഠിച്ചോനെ. കുട്ടിക്ക് എന്തെങ്കിലും തലക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നുസൈബയോട് ചോദിച്ചപ്പോൾ അവൾ അതിൻ്റെ റിസൾട്ട് നോക്കി. ആ റിസൾട്ടിൽ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് അതെ, തലക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് വലുതായി വരുമ്പോൾ അത് അപസ്മാരം ആയിത്തീരാൻ ചാൻസ് ഉണ്ട്. അത് ഇടയ്ക്കിടെ എന്തെങ്കിലും ബുദ്ധിക്ക് പ്രോബ്ലം കാര്യങ്ങൾ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് എന്നൊക്കെ ആദ്യമേ അതിൻ്റെ കാര്യകാരണങ്ങൾ വിവരിച്ചിട്ടുണ്ട് ആ ഒരു ടെസ്റ്റിൻ്റെ. എന്നാൽ നുസൈബ് നോക്കിയപ്പോൾ ഒരു നിമിഷം അവളൊന്ന് നോക്കുമ്പോൾ ശരിക്കും ഐഷുമ്മ നോക്കി. പഠിച്ചോനെ, ഓള് വായിച്ച് നോക്കണം കണ്ടിട്ട് എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. റബ്ബേ, അല്ലാ. ഉമ്മ, എന്താ മോളെ, എന്തെങ്കിലും ഉണ്ടോ കുട്ടിക്ക്? ഉമ്മ, ഇതിൽ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ ഡോക്ടർ എന്താ പറയണത് നോക്കാം. കാരണം അവരതിൻ്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ. ഞാൻ MBBS അല്ലേ, MBBS പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതും കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. പക്ഷേ അവരതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലേ എന്നുള്ളതിന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഫുൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കുമ്പോൾ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിൽ മൊത്തത്തിൽ ടോട്ടലി നോക്കുമ്പോഴങ്ങനെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. ഇനി എന്താ അറിയില്ല. എന്തായാലും മോളെ പൗതി സമാധാനായി. എന്നാലും ഷാമോനെ, എടാ. ഉമ്മ, എന്താ നുസി പറഞ്ഞത്? ഓള് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കുഴപ്പമൊന്നും കാണില്ല എന്നൊക്കെ. ഇനിയിപ്പോൾ ഓരോ ഡോക്ടറെ തന്നെ ഒന്ന് കാണിച്ചു കാണ്ടേ. ഉമ്മ, അതെ, നമ്മൾ ഇതിൽ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ ഊഴമായി. അങ്ങനെ അത് ഷമ്മാസും ഉമ്മയും അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. നുസിയും കുട്ടിയും പുറത്താണ് നിന്നത്. കുഞ്ഞിനെയും കൊണ്ട് അതാ ഷമ്മാസ് റിസൾട്ട് നോക്കുന്നു. ഓക്കെ, എത്ര ദിവസമായി? ഓക്കെ. എന്തായിരുന്നു കുട്ടി പ്രോബ്ലം? ശ്വാസ തടസ്സം. ഓക്കെ, സിസേറിയൻ ആയിരുന്നോ? ഓക്കെ. ഡേറ്റിന് മുമ്പ് കുഞ്ഞിങ്ങ് പോന്നോ? തല കുടുങ്ങിയതായിട്ടാണ് ഇതിൽ കാണുന്നത്. തല കുടുങ്ങിയിട്ട് കുട്ടിക്ക് തലക്ക് നീര് വെച്ചിട്ടുണ്ട്. നീര് വെച്ചതുകൊണ്ടാണ് കുട്ടിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മുടെ ശരീരത്തിന് മെയിനായിട്ടുള്ള അവയവമാണല്ലോ ഹെഡ്. ആ ഒരു ഹെഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കാവുമ്പോൾ, അതായത് ചെറിയ കുട്ടികൾക്കാവുമ്പോൾ നമ്മൾക്ക് അപസ്മാര സംബന്ധമായ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു തലക്ക് നീരൊക്കെ വെച്ച് നരമ്പിന് എന്തെങ്കിലും ക്ഷതമേറ്റ് കഴിഞ്ഞാലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ബുദ്ധി സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ തലക്ക് നീര് കെട്ടിയിരുന്നു. പക്ഷേ ഇപ്പോഴ് സ്കാനിങ്ങിലൊക്കെ നീങ്ങി പോയതായിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു കുഴപ്പമൊന്നും കാണുന്നില്ല. ഓക്കെ. പിന്നെ മെഡിസിനും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ എഴുതുന്നില്ല. അതായത് എഴുതേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. അതായത് കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. പിന്നെ വലിയ കുഴപ്പമൊന്നും കാണില്ല, ഒക്കെ ഓക്കെയാണ്. ഇനിയിപ്പോൾ അഥവാ കുഞ്ഞിന് എന്തെങ്കിലും അപസ്മാര സംബന്ധമായ കേസുകൾ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് കാണിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസം. റബ്ബേ, പഠിച്ചോനെ, അതിപ്പോഴൊരു സമാധാനമായത്. അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നുസൈബ. ഉമ്മ, എന്താ പറഞ്ഞത്? മോളെ, ഈ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് കുഴപ്പവും കാര്യങ്ങളും ഇല്ല. അങ്ങനെ കഴിഞ്ഞ അപസ്മാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാതെ ഉണ്ടെന്നല്ല. ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ കൊണ്ടുവരാനും പറഞ്ഞിട്ടുണ്ട്. മെഡിസിനും കാര്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ. ഉമ്മ, അപ്പം ഇനി നമുക്ക് പോകാമല്ലേ? ഇനി പോവാം മോളെ. ഇനിയിപ്പോൾ എന്താ മോനെ, ഇനി ഒന്നും ഇല്ലല്ലോടാ.
ഇപ്പോൾ എക്കോ ടെസ്റ്റ് അത് കഴിഞ്ഞു. അത് പിന്നെ ഹാർട്ടിൻ്റെ കാര്യം ഉള്ളത് പറഞ്ഞു തന്നു. അത് എന്താ പറയുക, അത് ജനനത്തിൽ കരയാത്ത കുട്ടികൾക്ക് അങ്ങനെ ഹോൾസ് ഉണ്ടാകും. അത് എല്ലാവർക്കും ഉണ്ടാവും അത്ര. പക്ഷേ കരയിനോട് കൂടി ആ ഹോൾസ് അടഞ്ഞു പോകും, അങ്ങനെയാണത്രേ. പക്ഷേ എന്തൊക്കെ തന്നെയായാലും പഠിച്ചോനെ 2 ടെസ്റ്റും കഴിഞ്ഞാൽ അൽഹംദുലില്ലാ റബ്ബേ ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ പഠിച്ചോനെ. ഓ, നവാസിൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഉമ്മ നോക്കി വിതുമ്പിക്കൊണ്ട് കരഞ്ഞു. മോനെ എന്നാൽ നമുക്ക് പോവുമല്ലടാ, ഏതായാലും ഈ ടെസ്റ്റും കാര്യങ്ങളും അതും കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോയി വിചാരിച്ചതല്ലേ. പോണതിന് മുമ്പായിട്ട് ആ ഒരു മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാരും ഒന്ന് കാണാം നമുക്ക്. അങ്ങനെ ഏതാ അവർ നേരെ ആ മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടറിനെ കാണുവാൻ വേണ്ടി, അങ്ങനെ ഇങ്ങനെയൊന്നും കാണുമല്ലോ, പക്ഷേ ജസ്റ്റ് നുസേബി ഒന്ന് പരിചയപ്പെട്ടത് കൊണ്ടും പറഞ്ഞത് കൊണ്ടും അവരെ കാണുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഡോക്ടറുടെ അടുത്തെത്തി. ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ്. ആ, ഞങ്ങൾ എന്നാല് എന്തായി റിസൾട്ട്? ഇതാ. ആഹാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ. പിന്നെ എന്താന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുഞ്ഞിനെ കെയർ ചെയ്യാൻ കേട്ടോ. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് തന്നെ ഒന്നും നോക്കാത്ത രീതിയിൽ നടന്നു പോയി. കുഞ്ഞിനിപ്പോൾ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാലും അറിയില്ല. അത് മാത്രമല്ല, പിന്നെ നോക്കാതായി കഴിഞ്ഞാൽ കുഞ്ഞിന് ചൂട്, കുഞ്ഞിന് പ്രശ്നമായി കഴിഞ്ഞ് അത് കുഞ്ഞിനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ ഒരു മനുഷ്യനെ ഒരു ചൂടിലങ്ങനെ കണക്കിലധികം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കിട്ടുമോ? ഇല്ലല്ലോ. നമ്മൾ ആകെ ഇങ്ങോട്ട് ഒരു പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് ചൂടായി 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 തൊട്ടാ പൊള്ളുന്ന രീതിയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ചൂട് കൂടി 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 കുട്ടി അതിനുള്ളിൽ നിന്ന് വെന്തുരുകൂലേ. അതിന് വഴിയിൽ മിഷനറീസ് അല്ലേ ഉള്ളത്, ഒക്കെ കറണ്ടിനല്ലേ. അതൊക്കെ അല്പം ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് പുറത്തേക്ക് വെക്കുക. കാരണം അത്രക്കും നമ്മൾ കെയർ ചെയ്യാനുണ്ട്. കുട്ടിക്ക് അണുബാധ ഇല്ലാതാണെങ്കിലും പിന്നെ അത്രക്കും കെയർ ചെയ്യാൻ കുട്ടി ഒരു ചൂടിലാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് വന്ന സമയത്ത് തൊട്ടാ പൊള്ളുന്ന രീതിയിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. കുട്ടി അത് ചോന്നിരുന്നു, പാവം. അതിനറിയില്ലല്ലോ വിളിച്ച് പറയാൻ. അത് കരഞ്ഞിട്ടുണ്ടാവും, അതോ ഗ്ലാസിൻ്റെ ഉള്ളിലാണ്. എന്തൊക്കെ തന്നെയല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ആ കുട്ടിയെ ഏറ്റെടുത്തതും. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ കുട്ടി ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സംരക്ഷിക്കട്ടോ. ഒരിക്കലും ഉത്തരവാദിത്തം എല്ലാവരുടെ അടുത്ത് കൊടുക്കരുത്. അത് ഞാനൊക്കെ തന്നെയായാലും, അത് ചില പ്രായമായ ഉമ്മമാരാണെങ്കിലും ഉപ്പമാർ ആര് തന്നെയാണെങ്കിലും അതേപോലെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർ, അവരുടെ അടുത്തൊന്നും കുഞ്ഞിനെ കൊടുത്തു പോകരുത്. കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം സങ്കടകരമായ നിമിഷത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. അതായത് എന്താ, കുട്ടിക്ക് എന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുതാണ്. നമുക്ക് ദൈവം കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അല്ലാതെ അവിടെയും ഇവിടെ ഇട്ട് പോയാൽ എന്താ അപ്പം അതിനർത്ഥം? നമ്മൾ സംരക്ഷിക്കുന്ന ഉറപ്പായതുകൊണ്ടല്ലേ നമ്മളെ കൈകളിൽ ഏൽപ്പിക്കുന്നത്. ഒരുപക്ഷെ അതല്ല, ഈ കുട്ടിയുടെ ഉമ്മ ശരിക്കും ഉത്തരം മുട്ടിപ്പോയി. അതൊക്കെ എന്തായാലും വേണ്ടിയില്ല. ഇനിയിപ്പോൾ ആര് നോക്കിയാലും വേണ്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമിന് പാലില്ലെങ്കിൽ പാൽപ്പൊടി കൊടുക്കുക, അതൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് മെഡിസിൻസും കൂടി ഞാൻ എഴുതുന്നുണ്ട്. അതൊന്ന് വൈറ്റമിൻസിനും ഇതിനൊക്കെ ഉള്ളതാണ്. 1 മാസം അത് കൊടുക്കണം. അത് കുട്ടിക്ക് വിറ്റാമിൻ ഡി ഉണ്ടാകാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അത് വാങ്ങിയിട്ട് ദിവസം ഓരോ തുള്ളി വീതം അങ്ങനെ കൊടുത്തോളൂ കേട്ടോ. രാത്രി 1 തുള്ളി വീതം അങ്ങനെ കൊടുത്തോളൂ. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് BCG എടുക്കാൻ വേണ്ടിയിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ. കുഞ്ഞിനെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ തന്നെ ആയിഷുമ്മക്ക് സമാധാനമായി. ഉമ്മ സമാധാനമായില്ലേ? മോനെ നീ വിട്ടോളി. അവർ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അതാ നേരെ വണ്ടിയിലേക്ക് കയറുന്നു. ഉമ്മ കുഞ്ഞിനെയും കൊണ്ട് പറഞ്ഞു, മോനെ ഞാൻ എന്നാല് പിന്നിലിരുന്നോളാം, അതായിരിക്കും നല്ലത്. കുട്ടിക്കൊന്നും കൂടി ഒരു പിടിക്കാനും നിനക്ക് സുഖത്തിനൊക്കെ. ഉമ്മ അവിടെ ഇരിക്കുകയാണോ? എന്നാൽ അങ്ങനെ ചെയ്യാം. എന്നാൽ നുസി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്നാൽ നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്നോളി, ഞാൻ മോളെ കുട്ടികളെ മുന്നിൽ ഇരുത്തുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ ഷമ്മാസ് പറഞ്ഞു, നിങ്ങൾ 2 പേരും പിന്നിലിരുന്നോളി, അതായിരിക്കും നല്ലത്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അത് 2 പേരും കുഞ്ഞിനെയും കൊണ്ട് അതാ കാറിനകത്തേക്ക് കയറി. അതെ, പുത്തൻ വീട് തറവാട്ടിലേക്ക് നവാസിൻ്റെ കുഞ്ഞ് മാത്രമാണ് വരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നവാസിനോട് ഈ കാര്യമൊന്നും വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഓനെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ. കുഞ്ഞിൻ്റെ ഉമ്മ ഇവിടെ എത്തിയിട്ടില്ല, കുഞ്ഞിവിടെ ഒറ്റക്കായിരുന്നു, കുഞ്ഞ് ചൂടിൽ കിടന്ന് പെടയായിരുന്നു, കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അറിയുമ്പോൾ അവനൊരു സമാധാനം ഉണ്ടാവില്ല. ഏതായാലും ഓനും ഫസീലയും മക്കളെല്ലാവരും കൂടി ഉംറ നിർവഹിക്കാൻ പോയതൊക്കെ തന്നെയല്ലേ, അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഈ സമയം അതാ
സൗദിയുടെ വീട്ടിൽ അവൾ കരയുക തന്നെയാണ്. എടി പെണ്ണെ, ഇജിങ്ങനെ കരഞ്ഞിട്ടേ കരഞ്ഞ് 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 തളർന്നിട്ട് ഇവിടെ ഒന്നും വരാൻ പോണില്ല. കുട്ടിനെ അമ്മക്ക് കിട്ടാളാണെങ്കിൽ കിട്ടും, കൊണ്ടാളിലേക്ക് കൊണ്ടുപോകും. എത്രയേ കുട്ടികൾ അങ്ങനെ പെറ്റ് മരിച്ചു പോണേ. ഒന്നും രണ്ടും മൂന്നും മൂന്ന് കുട്ടികളൊക്കെ പെറ്റ് മരിച്ചണോലുണ്ട്. ചിലവര് അങ്ങനെയാണ്. അതിനിപ്പോൾ ഇത് എത്രമാത്രം ഇടങ്ങാറാവാന്. ഉമ്മ, എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഉമ്മ, എങ്ങനെ ഉമ്മ എൻ്റെ കുട്ടി? അതെ, ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഡോക്ടർമാർ പോലൊക്കെ നല്ല മട്ടത്തിന് നോക്കും. ഉമ്മ, നിങ്ങൾ എന്തുമ്മ എന്നോട് ഇങ്ങനെ പറയണത്? എൻ്റെ കുഞ്ഞ് ജീവനോട് ഇരിപ്പുണ്ടോ? എനിക്ക് കാണാനുള്ള കൊതി കൊണ്ടാണ് ഉമ്മ. എന്തുമ്മ നിങ്ങൾ? സൗദാ, അനക്കിപ്പോൾ എൻ്റെ തടി കിട്ടിയോ? ആ, അത് നല്ല മട്ടത്തിൽ നിൽക്ക്. അല്ലാതെ കുഞ്ഞിനെ വാണ്ടി രചിങ്ങനെ ഒരുക്കിക്കഴിഞ്ഞാൽ എന്തായിത്തീരും? ഉമ്മ, ഉമ്മക്കറിയില്ല പെറ്റ വയറിൻ്റെ വേദന. ഓ, ജിന്നെ പഠിപ്പിച്ചല്ലേ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കുട്ടീൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ പെണ്ണേ? ശ്വാസവും ഇല്ല, മുണ്ടാട്ടവും ഇല്ല. അങ്ങനെ മുണ്ടാട്ടം ഇതൊന്നും ഇല്ലാത്ത കുട്ടീനെ ഇജ്ജ് വളർത്തുക? അതൊക്കെ കണ്ട് പോയതും നന്നായി. ഒരു നിമിഷം അതാ അത് പറയുമ്പോൾ അവൾ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. പഠിച്ചോനെ, എനിക്കെൻ്റെ കുട്ടീനെ കിട്ടിയില്ലല്ലോ. എൻ്റെ കുട്ടി പോയില്ലേ? അതേടി പോയി. ഞാൻ നാളെ സ്വർഗത്ത് വെച്ച് കാണാം. അതെ, ഉമ്മയുടെ ദയയില്ലാത്ത സംസാരം അതവളെ വല്ലാത്ത രീതിയിൽ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്നു. റബ്ബേ പഠിച്ചോനെ, എന്താ റബ്ബേ എൻ്റെ അവസ്ഥ ഇങ്ങനെ? എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തി അങ്ങോട്ട് വന്നു. എന്താ ഇത്താത്ത, സുഖമില്ലാത്ത ബുദ്ധിയില്ലാത്ത കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാലാകാലം നോക്കി നിൽക്കാനാ? അതൊക്കെ അവിടെ ആരെങ്കിലുമൊക്കെ എടുത്ത് വളർത്തിക്കോളും, അതായിരിക്കും നല്ലത്. എടി, നിനക്ക് എന്നോട് ഇതെങ്ങനെ പറയാൻ കഴിയണം? അത് നീ പ്രസവിക്കായിട്ടാണടി. അതെ, നമ്മളെ കുഞ്ഞിന് എത്ര അംഗവൈകല്യമുണ്ടെങ്കിലും എത്ര അസുഖമാണെങ്കിലും ഏതൊരു ഉമ്മക്കും കഴിയൂലടി സ്വന്തം പെറ്റ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ. ആ മാതൃത്വത്തിൻ്റെ വേദന അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും അത് സ്വന്തം കുഞ്ഞിനെ കൊടുക്കാൻ തോന്നൂല. സത്യമായിട്ട് എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റുകയാണെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഓ എൻ്റെ റബ്ബേ, കുറേ നേരെ ഇരിക്കണുള്ളൂ മോങ്ങൽ തുടങ്ങിയിട്ട്. മതി, നിർത്തിക്കാളാ. ഹസീന, ഇജ്ജ് ഇങ്ങോട്ട് പോന്നാടി. ഇജ്ജ് എന്തിനാ ഓളെടുത്തേക്ക് പോയിക്കണത്? ഒന്നുമില്ലമ്മ, താത്താനൊന്ന് ആശ്വസിപ്പിക്കാൻ പോയതാണ്. എൻ്റെ പൊന്നാര താത്ത, നിങ്ങളിപ്പോൾ ഇത്രമാത്രം എന്തിനെങ്ങനെ കഷ്ടപ്പെടണത്? കുഞ്ഞെന്ന് വെച്ചാൽ ഇനിയും ഉണ്ടാവൂലേ? പിന്നെ നിങ്ങൾ സത്താർക്ക് കെട്ടാൻ നിൽക്കുക, അതുമല്ല പറഞ്ഞു കേട്ടത്. എന്നാൽ സൗദിയുടെ കണ്ണുകളിൽ നിന്ന് തീജ്വാലയാണ് വന്നത്. ഹസീന, പറയുന്നതിൽ അല്പം ഒരു മര്യാദ വേണം. എന്താ എന്താ? സത്താർഖാനെ കാണാൻ നല്ല മൊഞ്ചാണല്ലോ. നല്ല മൊഞ്ചുള്ള സത്താർഖാനെ എന്താ ഇത്താക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാടുക്കൂട്ടോ. ശരിക്കും അനിയത്തിയുടെ ആ ഒരു സ്വഭാവം, ആ ഒരു വാക്ക് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. നീ എടുത്തിടി, എനിക്കെന്തിനാ അയാളെ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നീ എടുത്തോ, എനിക്കിപ്പോൾ എന്താ? അതെ, ഉമ്മ വിചാരിച്ചത് നിങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ലേ. അപ്പം പിന്നെ ഞാൻ എടുക്കുന്നത് ശരിയല്ലല്ലോ. അതെ, നിങ്ങൾ തന്നെ അങ്ങോട്ട് എടുത്തോളി, ഞമ്മക്ക് മാണ്ടേ. അസിന, എൻ്റെ മുമ്പൊന്ന് പോയി. ഇങ്ങനത്തെ അത് വർത്താനം പറയാതെ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എനിക്ക് ആലോചിച്ചൂടെ? എൻ്റെ പൊന്നാര തത്ത കറിയണ്ട. ഇന്നല്ലെങ്കിൽ നാളെ എത്തുമല്ലോ പുയ്യാപ്പിള. അതെ, സത്താറെന്ന് പുയ്യാപ്പിള. എന്തായാലും മനസ്സിൽ പുയ്യാപ്പിള ആദ്യം ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കൈ കിട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞ് പോയത് നന്നായില്ലേ? കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായി മാറൂലേ അത്? ഹസീന, അനാവശ്യം പറയരുതിട്ടേ. അത് അനിയത്തിയോട് ദേഷ്യമാണ് തോന്നിയത്. അനിയത്തി എന്താ റബ്ബേ, ഉമ്മാൻ്റെ വലത്തായിട്ട് വരും ഓളും. സൗദ പൊട്ടിക്കരയുകയായിരുന്നു. പഠിച്ചവനെ, എന്തിനാ റബ്ബെ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? വലിയ വീട്, വിശാലമായ മുറ്റം, നല്ല ഗാർഡൻ, അതിലൊരു കാറ്. എത്ര വലിയ വീടും കാര്യങ്ങളൊക്കെ. ആ ഒരു ചെറ്റക്കുടിയിൽ നിന്ന് ഈ ഒരു വീട്ടിലേക്ക് എത്തിയപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ പറ്റിയങ്ങ് മാറിയിരിക്കുന്നു. ഉമ്മയും ഓളൊക്കെ കണക്കന്നെ റബ്ബേ. എന്താ റബ്ബേ, അവരിപ്പോൾ വലിയ രാജകുമാരികളെ പോലെയാണ്. പക്ഷേ എനിക്ക് സമാധാനിക്കാൻ കഴിയണില്ല. എൻ്റെ കുഞ്ഞ് പോയില്ലേ. ഉമ്മ പറഞ്ഞു കേട്ടില്ല പരലോകത്തേക്ക് പോയിന്ന്. പഠിച്ചോനെ, അല്ലാ, ആയിക്കോട്ടെ റബ്ബേ, എൻ്റെ കുഞ്ഞ് പോയിക്കിടങ്ങനെന്താ എന്നെ കൂടെയാണ് കൊണ്ടുപോയിക്കൂടെ? അല്ല, എന്തിനാ റബ്ബേ എന്നായിട്ട് ഇവിടെ വെച്ചത്? എന്നെയും കൂടെ വിളിച്ചോ അല്ല. അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
എന്നാൽ ഉമ്മ മതി തോരുന്നതും കരഞ്ഞതൊക്കെ. കുറേ അങ്ങോട്ട് കരഞ്ഞ് 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 ഞാൻ സത്താറിന് എന്നെ പറ്റാണ്ടാകണ്ട. അതും പറഞ്ഞ് ഉമ്മ അങ്ങോട്ട് പോയി. എന്നാൽ ഈ സമയം സത്താറിന് ഫോൺ വിളിക്കുന്നു. സത്താറേ, എൻ്റെ മോള് സൗദ വല്ലാത്ത കരച്ചിലാണ്, ഈ ഒന്ന് ആശ്വസിപ്പിക്കട്ടോ. ഉമ്മ, ഞാനോ? ഞാൻ വരുമ്പോൾ അവൾക്ക് എന്നെ പറ്റണില്ലല്ലോ. അതൊക്കെ ശരിയായിക്കോളും, ആദ്യം കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ അത് ശരിയായിക്കോളും, ഈ ഒന്ന് വാണേ. സൗദ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, പക്ഷെ ഹസീന ഞാൻ പറഞ്ഞാൽ കേൾക്കും. എന്താ? ഹസീനെങ്കിൽ ഹസീന ഒന്ന് വന്നാ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. സത്താർ അങ്ങോട്ട് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. കുറച്ച് സമ്മാനങ്ങളും വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അവൻ കോളിംഗ് ബെല്ലടിച്ചു. എന്നാൽ ഹസീന ഓടിപ്പോയി വാതിൽ തുറന്നു. ആ, ഇക്ക വന്നോ? ആ ഹസീന, ഇന്നാ എന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ അതാ എന്തൊക്കെയോ കവറുകൾ ഏൽപ്പിക്കുന്നു. ഇത്ത അവിടെയാണ്, നേരെ സൗദ ഇരിക്കുന്ന ആ റൂമിലേക്ക്. സൗദ, സൗദ, എന്താ പെണ്ണ് എങ്ങനെ കരഞ്ഞിരിക്കണേ? അവൾക്ക് ദേഷ്യവും സങ്കടം കൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു അവിടുന്ന്. എന്താ ഇങ്ങനെ ഒരു റൂമിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ കോമൺ സെൻസ് ഇല്ലാത്ത ഓരോ പരിപാടി ഉണ്ടല്ലോ. അത് ശരിക്കും അവൾ പൊട്ടിത്തെറിച്ചു. എന്നാൽ അത് കേട്ടുകൊണ്ട് ഉമ്മ വന്നു. എന്താ സൗദ, എനിക്ക് എന്തിൻ്റെ കേടാ? അന്നെ നോക്കിയതും എടുത്തൊന്നും ഇപ്പം ജിം ഒക്കെ മറന്നു. എനിക്ക് ആശുപത്രിയിൽ ഇരുന്നതൊക്കെ ജിം മറന്നു. ഇപ്പോൾ ഓൻ എനിക്ക് ഒരു ശല്യം അയക്കണില്ലടി. അതെ, ഇപ്പം എന്തായി? എൻ്റെ ആരെങ്കിലും ഒന്ന് വന്നോ? കുട്ടിനെ കാണാൻ വന്നില്ല, ഒന്നിനും വന്നില്ല. ഓലപ്പള്ളിച്ചങ്ങൻ ജീവിച്ചു പോന്നീൻ്റെത്. ഓല ആലോചിച്ചിട്ടാണോ ഈ കരയണത്? എന്നാൽ അവൻ അടുത്തേക്കെത്തി. സൗദ, മോളെ കരയല്ലേ, നിനക്ക് ഞാനൊക്കെ ഇല്ലേ? എന്തിനാ നീ പഴയതിനെ കുറിച്ച് ആലോചിച്ചിട്ട്, ഇല്ലാത്തത് ആലോചിച്ചിട്ട് നീ എന്തിനാ കരയുന്നത്? കുഞ്ഞിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കുഞ്ഞൊക്കെ എത്തേണ്ടടുത്ത് എത്തി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പോകാനുള്ളതന്നല്ലേ. ശരിക്കും സൗദ അത് കേട്ടപ്പോൾ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു, ദയവായി നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വരരുത്. അതെന്താടേ? നീ കരയുമ്പോഴും നിന്നെ കാണാൻ വല്ലാത്ത മഞ്ചാണ് കേട്ടോ. നിൻ്റെ ചുവന്ന് തൊടുത്ത ഈ ഒരു കവിൾത്തടം വല്ലാത്ത ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സത്യമായിട്ടും നീ ദേഷ്യപ്പെടുമ്പോൾ അതിലേറെ ഭംഗിയാ. അല്ലെങ്കിലും ചില പെണ്ണുങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ഓല മുഖം കാണാൻ വല്ലാത്ത രസമാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ കൂടുതൽ കരയല്ലേ. കൂടുതൽ കരഞ്ഞാലേ ആ ഭംഗിയൊക്കെ കാണുന്ന നഷ്ടപ്പെടും. അവൻ്റെ ആ കിന്നാരം പറച്ചിൽ കേട്ടപ്പോൾ സൗദക്ക് ദേഷ്യമാണ് വന്നത്. അവൾ എന്തെങ്കിലും ഒന്ന് കയ്യിലെടുത്തിട്ട് അവനൊന്ന് ഏറിയട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ പെട്ടെന്ന് ഹസീൻ അങ്ങോട്ട് വന്നു. അല്ലേ ഇത്താ, ഇത്രമാത്രം ഇക്ക നിങ്ങളെ കെയർ ചെയ്തിട്ടും എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇക്കാനെ അവോയ്ഡ് ചെയ്യണത്? അത് മോശമാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇത്താനെ സ്നേഹിക്കാൻ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സത്താറിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൾ ഒരു ചിരിക്കുന്നത് അവൾ ശരിക്ക് കണ്ടു. ഹസീന, എൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ട് രണ്ടുപേരും, അനാവശ്യം പറയാതെ. എന്നാൽ സൗദ പറഞ്ഞത് കേട്ട് അവൾ, ഇങ്ങോട്ട് പോരിക്ക, എന്തിനാണ് നിങ്ങൾ വേണ്ടാത്ത ആവശ്യമില്ലാത്ത? അല്ലെങ്കിലും ചിലർക്ക് ഉണ്ട ചോറിന് നന്ദി ഉണ്ടാവില്ല. അവൾ അത്ര നോക്കിയിട്ടും തീരെ ഒരു നന്ദിയില്ല. എന്താ ഉമ്മ ഇത്താത്ത ഇങ്ങനെ? തീരെ നന്ദിയില്ലല്ലോ. അവൾക്ക് ആ മറ്റോനും വെച്ച് നടക്കേക്കാരേ. ഓനൊക്കെ പെണ്ണിട്ടി ഓൻ്റെ പാട്ടിന് പോയി. ഇപ്പോഴും കാലാകാലം മറ്റോനെ മനസ്സിൽ. ഇത്രയും ദിവസം ഇരുന്ന് വിളിച്ചു നോക്കല്ലേ, എന്തെങ്കിലും ഒന്ന് മടുത്തു. ഇനിയിപ്പോൾ ജീവിച്ച് കാട്ടി കൊടുക്കണം. സത്താറിനെ കണ്ട് കെട്ടിക്കാണ്ട് പുത്തൻ വീട് തറവാടിന് മുമ്പ് കൂടെ കണ്ട് പോകണം. ഏതായാലും കുട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു നന്നായി. ഒരണക്കിന് കുട്ടീനും വെച്ച് കണ്ട് വലിച്ചിക്കണം. എനിക്ക് ഉറക്കം ഉണ്ടാവില്ല, അതിനെ നോക്കലും എല്ലാം കൂടി പണിയക്കാരം. പിന്നെ അതുമല്ല, കുട്ടിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ പിന്നെ അതിപ്പോൾ ഓൽക്കൊരു ശല്യക്കാരം. സത്താറിനായാലും ഒക്കെ തന്നെ ഓൽക്ക് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഉണ്ടാണ് ഒരു ബുദ്ധിമുട്ടനല്ലേ. ഓരോ ഇഷ്ടത്തിന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എന്നാൽ അപ്പോഴേക്കും ഹസീന അത് സത്താറിന് ചായയുമായി വരുന്നു. ഇക്ക, ഇത് ചായ. ഹസീന, നിൻ്റെ ചായക്ക് വലിയ ടേസ്റ്റാണ് കേട്ടോ. ഈ ഇക്കാക്ക് എപ്പോഴും എന്നെ കളിയാക്കും. ആദ്യം സൗദത്തിനോട് എഴുതാൻ ഈ വർത്താനൊക്കെ ആരായാലും ഇപ്പം എന്താ. അങ്ങനെ അവർ ഓരോന്ന് കിന്നാരം പറഞ്ഞ് ചിരിക്കുന്നു. എന്നാൽ ഉമ്മ അങ്ങോട്ട് വന്നു. ഈ പെണ്ണിൻ്റെ കാര്യം പറയണ്ട, ഓൻ എന്തേയും പറഞ്ഞ് ചൂടാക്കിക്കൊണ്ട് നിൽക്കും. സത്താറേ, ഓള് പറഞ്ഞത് ഇജ്ജ് കാര്യമാക്കണ്ട കേട്ടോ. എൻ്റെ പൊന്നാരമ്മ, അതിനിപ്പോൾ എന്താ, അവൾ നമ്മളെ കുട്ടി തന്നെയല്ലേ. അവൾ എന്തും എന്നോട് പറഞ്ഞോട്ടെ, എനിക്ക് ഇഷ്ടമേ ഉള്ളൂ.
ആ പറഞ്ഞു എൻ്റെ തെറ്റാഞ്ഞാൽ മതി. ഉമ്മ അതും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോയി. എന്താ ഹസീന, അനക്ക് ഇന്നെ കാണുമ്പോൾ ഒന്നുമില്ല എൻ്റെ ഇക്ക, അല്ല എൻ്റെ ഇത്താത്താനെ കുറിച്ച് ഞാൻ ആലോചിച്ച് പോയതാണ്. അപ്പോൾ നീയും അങ്ങനെ ആയിരിക്കും? ഏയ് ഞാനങ്ങനെ ഒന്നുമില്ലേ, ഞാനൊക്കെ എന്നെ കെട്ടാൻ പോണ പുതിയാപ്പിളിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഞാനങ്ങനെ വെറുപ്പ് കാണിക്കൊന്നുമില്ല. ആഹാ, നീ ആള് കൊള്ളാലോ. അവർ രണ്ടുപേരും സംസാരം തീരുന്നേ ഇല്ല. എന്നാൽ സൗദ ഇത് അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അവൾക്ക് ആകപ്പാടൊരു ഭ്രാന്താവുകയാണ്. ഒന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടത് പോരാത്തത് അനിയത്തിയും അയാളും കൂടി ഭയങ്കര കിന്നാരും സംസാരിക്കലും. പഠിച്ചോനെ എന്തിനാണ് ഈ ഉമ്മ ഇതിനൊക്കെ കൂട്ടുനിന്ന് കൊടുക്കണം, എനിക്കറിയില്ലേ. എന്നാൽ ഈ സമയം ഉമ്മ വന്നു. സൗദ ഏതായാലും എന്നോട് മുണ്ടൂരല്ലോ, ഹസീനെങ്കിലും മുണ്ടട്ടെ, എന്നാലും എനിക്കൊരു കൂട്ടാവുമല്ലോ. ഉമ്മ ആരായാലും എന്തൊക്കെ പെണ്ണുങ്ങളെന്നല്ലേ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മയും ചിരി തുടങ്ങി. സത്യം പറഞ്ഞ ഉമ്മയുടെ ആ ഒരു വൃത്തികെട്ട ചിരി കേട്ടപ്പോൾ സൗദയ്ക്ക് ദേഷ്യമാണ് വന്നത്. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിലേക്ക് നവാസിൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഉമ്മ കടക്കുകയാണ്. എന്നാൽ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഷമ്മാസ് അതാ പുറത്തുകൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കുന്നു. അത് CCTV-യിൽ കണ്ട അത് അത് ശരിക്കും ഉമ്മയോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാക്ക് ടെൻഷനൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് അവൻ അപ്പുറത്തേക്ക് നോക്കി. അത് ചുറ്റുഭാഗത്തും അടുക്കളയുടെ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ വന്നിങ്ങനെ കുറച്ച് സമയമൊന്നുമല്ല, കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിക്കണം. ആദ്യം എടുത്ത് പോയി, പിന്നെ മറ്റേ പോയി. എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് തന്നെ അതാ അങ്ങോട്ട് എത്തിയിട്ട് ആ പത്തായത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. അതിലാണല്ലോ ഫുള്ള് ചെമ്പ് പാത്രങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത്. ഏയ് അതൊന്നും എടുത്തു കൊണ്ടുപോകുന്നില്ല. ഷമ്മാസ് വെറുതെ ഒന്ന് ആ പത്തായത്തിൽ കൊട്ടി നേരെ തിരിച്ച് പോന്നു. അപ്പോഴേക്കും ഉമ്മ അലക്കുവാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ടായിരുന്നു. ഉമ്മ, ഈ പത്തായത്തിലൊക്കെ എന്തത്? എൻ്റെ പൊന്നാര മോനെ, ആ കുറേ ചെമ്പ് പാത്രങ്ങളും പിച്ചള പാത്രങ്ങളുമാണ്. കണ്ടമാനം വാങ്ങിക്കൂട്ടിന്. അന്നൊക്കെ അങ്ങനെയാണല്ലോ. പിന്നെ പാരമ്പര്യമായി കിട്ടിയത് വലിയ വലിയ കോളാമ്പുണ്ട്. പണ്ട് നിങ്ങളെ വല്യപ്പുള്ള കാലത്ത് അതിൽ നല്ലോണം തുപ്പുവിനും ആലോചിച്ചുകൂടാ അതൊന്നും. എന്നിട്ടേ അത് കൊണ്ടുപോയിടാൻ ഇവിടെ 1-2 പണിക്കാരും ഉണ്ടാവും. ഈ തുപ്പിയത് നിങ്ങളെ വല്യമ്മൊന്നും അത് തൊടൂലേനോ. കാരണം പണ്ടത്തെ കാലത്ത് എന്താ, പുതിയാപ്പിളാർ തുപ്പും പെണ്ണുങ്ങൾ കൊണ്ടുപോയി ഒഴിച്ചു. അങ്ങനെയൊക്കെ തന്നെ ഏനോ. ഈ വെറ്റിലങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ചമച്ചിങ്ങോട്ട് അതിലിങ്ങോട്ട് തുപ്പി നിറക്കും. ഒന്ന് കഴിയുമ്പോൾ ഒന്നവിടെ വെക്കും. വലിയ വലിയ കോളാമ്പി. അത് പണ്ടത്തെ കാലത്തൊരു പ്രൗഢിയായിരുന്നു അതൊക്കെ. എന്താ കാലം പോയ പോക്ക്. അപ്പം നല്ലോണം കട്ടിങ്ങനുള്ളതാണ് അതിനപ്പോൾ അതൊക്കെ അയക്കാണ്ടാക്കി വെച്ചു. വലിയ വലിയ കിണ്ടുണ്ട്, നല്ല നല്ല സ്വർണ്ണ കളർ കിണ്ടുണ്ട്, അതേപോലെ കുടമുണ്ട്, അതേപോലെ തന്നെ അങ്ങനത്തെ ചോറ് ഊറ്റണ പാത്രമുണ്ട്, കിണ്ണമുണ്ട്, ഒക്കെ അങ്ങനത്തെ ഫുള്ള് ചെമ്പും പിച്ചളൊക്കെ ആയിക്കൊണ്ടുള്ളത് തന്നെയാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെരൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കണ്ടല്ലേ വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ മാറ്റി വെച്ചാണ്. ഉമ്മ, അതൊന്നും പുറത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. എന്താ മോനെ, അതൊക്കെ ഇപ്പോൾ ആരാ എടുത്തുകൊണ്ട് പോവുക? പത്തായത്തിനുള്ളിലത്തൊക്കെ അതൊക്കെ തൂക്കി വിൽക്കായിരിക്കും നല്ലത്. എൻ്റെ പൊന്നാര കുട്ടിയെ, അതിൻ്റെ മക്കൾക്കൊക്കെ ഓരോന്നിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നുമ്മ ഒന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഉമ്മയോട് പറയാനുള്ളത് അതങ്ങോട്ട് വിറ്റൊഴിവാക്കിയേക്ക്. അതവിടെ അങ്ങനെ വെച്ചിട്ട് എന്ത് കാര്യമാണ്? കാരണം അത് ഷമ്മാസിന് അറിയാമായിരുന്നു അവിടേക്ക് 2 കള്ളത്തികളാണ് കയറി വന്നിട്ടുള്ളതെന്ന്. എൻ്റെ പൊന്നാര മോനെ ഇങ്ങോട്ട് നോക്കാച്ച് ഇവിടെ കാക മാറാതെ തട്ടിതാക്കിയേക്കണ്. ഏതായാലും റായിലാനും ഷെറീനാനും ഞാൻ ഒന്ന് വിളിച്ചു ഓരോരുത്തർ ഉണ്ടെന്ന് പറഞ്ഞിനോ. അപ്പോൾ ഓരോന്ന് വിളിച്ചു നോക്കട്ടെ, ഞാൻ വേഗം ഒന്ന് പണി കഴിച്ചണം. അതിനെ മുമ്പ് എടുപ്പിച്ചാൽ തന്നപ്പോൾ അയച്ചില്ല. എൻ്റെ പൊന്നും, അവരല്ലാതെ വേറെ ആരുമില്ല ഇവിടെ. അതെന്താ മോനെ അങ്ങനെ? അല്ലേ, അവരല്ലാതെ വേറൊരു ക്ലീനിങ്ങാരും കിട്ടൂലേന്ന്. എൻ്റെ പൊന്നു മോനെ, ഇനിയിപ്പോൾ ഓലൊക്കെ അറിയാത്ത ഓലൊക്കെ എവിടുന്ന് കിട്ടണേ? ഇപ്പോൾ പരിചയമുള്ളവരെ മര്യാദ അതാ നല്ലത്, എന്നാൽ പിന്നെ വിശ്വസിക്കാലോ. ശരിക്കും ഉമ്മയുടെ ആ വാക്ക് കേട്ട് ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബെ, വിശ്വസിക്ക്. അല്ലാ, വിശ്വസിക്കാൻ ഒരിക്കലും പറ്റാത്ത ആളുകളാണ് അവർ. പഠിച്ചവനെ റഹ്മാനെ. ഉമ്മ, അതെ, പരിചയക്കാരായാലും അയൽവാസികളായാലും വിശ്വസിക്കാൻ പാടില്ല. തൽക്കാലം ഓല വേണ്ട. എന്താ മോനെ ഈ പറയണത്? ഇജ്ജ് പറഞ്ഞില്ല മെഷീനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, 25,000 ഉറുപ്പ്യ കൊടുത്താൽ മതി, നല്ല നീറ്റാ ആക്കി തരുന്നൊക്കെ. അതൊക്കെ ഇനിയിപ്പോൾ ആണുങ്ങളിങ്ങനെ പെരൻ്റെ ഒത്ത് കിടന്നിങ്ങനെ നമുക്കൊരു സൂബടെ ന്യൂസിയും കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ. അതിനേക്കാൾ നല്ല വിശ്വാസമുള്ള പെണ്ണുങ്ങൾ തന്നെയല്ലേ. ഉമ്മ, തൽക്കാലം ഓല വേണ്ട. ഷമ്മാസ് തറപ്പിച്ച് പറഞ്ഞു. എൻ്റെ പൊന്നാര കുട്ടി, എന്തൊക്കെയാ ഈ പറയണം? ഞാൻ ആരെ കിട്ടാൻ ദിവസമല്ലേ കഴിഞ്ഞേക്കണു. ഉമ്മ,
ഞാൻ ആ ടീമിനെ വിളിക്കുക, അതായിരിക്കും നല്ലത്. എൻ്റെ പൊന്നാര ഷമോനെ അതൊന്നും വേണ്ട കേട്ടോ, ഈ വേണ്ടാത്തവരെ പണിക്കൊന്നും നിൽക്കണ്ട. ഓലും ഒന്ന് രണ്ട് ദിവസം എടുത്താണ് പോയിക്കോട്ടെ. അതഞ്ഞി പോലെ കെയർ ഓഫിൽ വേറെ കിട്ടിക്കണോ ആർക്കറിയാം. എന്നാൽ ഷമ്മാസ് സമ്മതിച്ചില്ല ഒരിക്കലും റാഹിലെയും ഷെറീനെയും വീട്ടിലേക്ക് കയറ്റുന്ന കാര്യത്തിൽ. എന്നാൽ ഉമ്മ ആകെ അതിശയിച്ച് നിൽക്കണേ, എന്ത് കാര്യത്തിലേക്ക് റബ്ബെ ഈ കുട്ടിക്ക് ഓനെത്ര പേടി, ഓല് വരുമ്പോഴോ ഈ കുട്ടി ആകെപ്പാടുണ്ട് ബേജാറാകുക, എന്തൊക്കെയാണല്ലോ, എന്താ റബ്ബെ ആവോ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ റാഹിലെയും ഷെറീനെയും ഈ വീട്ടിലേക്ക് അടുപ്പിക്കണ്ട. അത് കേട്ട ഉമ്മ ഞെട്ടിപ്പോയി. മോനെ എന്താടാ? അതെ ഷമ്മാസ്, അത് ഉമ്മയോട് തുറന്നു പറയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.